വാർത്തയിലേക്ക്. കൽപ്പാത്തിയിലെ രഥധാമം ജനങ്ങൾക്കായി സമർപ്പിച്ചു. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ദേവരഥങ്ങൾ നിൽക്കുന്ന നവീകരിച്ച രഥധാമം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. ദേവരഥങ്ങൾ പൊതുജനങ്ങൾക്ക് എപ്പോഴും പുറമെ നിന്ന് കാണുന്ന രീതിയിൽ ഒരുക്കിയത് മാതൃകാ പ്രവർത്തനമാണെന്നും ഇതുകൊണ്ട് കൽപ്പാത്തിയിൽ വരുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും കൽപ്പാത്തിയെ അറിയാൻ സാധിക്കുമെന്നും ഇത് ക്ഷേത്രത്തിനും കൽപ്പാത്തി എന്ന ഗ്രാമത്തിനും വലിയ മുതൽക്കൂട്ടാവുമെന്നും എം.ആർ. മുരളി പറഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും രഥോത്സവം കാണാൻ ഭക്തരെത്താറുണ്ട്, ടൂറിസ്റ്റുകളെത്താറുണ്ട്. രഥോത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ്. രഥോത്സവം കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ രഥം കാണുന്നതിനുള്ള സൗകര്യമില്ല. ഇവിടെ ദേവസ്വം ആലോചിച്ച് സദാസമയവും ആർക്ക് വേണമെങ്കിലും രഥം കാണാവുന്ന ഒരു രഥശാല നിർമ്മിച്ചിരിക്കുകയാണ്. എല്ലാ സമയത്തും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്നവർക്ക്, വിദേശത്തു നിന്ന് വരുന്നവർക്ക് പോലും രഥം കണ്ടുപോകുന്നതിനുള്ള ഒരു വലിയ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് രഥോത്സവ നാളുകളിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും രഥോത്സവത്തിൻ്റെ ഭാഗമായ രഥം ദർശിക്കുന്നതിനുള്ള സൗകര്യം ലഭിക്കുകയാണ്. അതൊരു വലിയ മാറ്റം കുറിക്കും എന്നുള്ളത് ഉറപ്പാണ്. ക്ഷേത്രം ട്രസ്റ്റി വി.കെ. ഗോപിനാഥവർമ്മ ചടങ്ങിൽ അധ്യക്ഷനായി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വിശിഷ്ടാതിഥിയായി. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ. വേണുഗോപാലൻ, വാർഡ് കൌൺസിലർമാരായ വിശ്വനാഥൻ, സുഭാഷ് എന്നിവരും പങ്കെടുത്തു. മേൽശാന്തി പ്രഭുദേവ സേനാപതിയുടെ നേതൃത്വത്തിൽ ശുദ്ധികലശപൂജയും ഉമാമഹേശ്വര പൂജയും നടന്നു. ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് ലക്ഷ്മി നാരായണ പെരുമാൾ പ്രസംഗിച്ചു. മാനേജിംഗ് ട്രസ്റ്റി വി.കെ. സുജിത് വർമ്മ നന്ദി അറിയിച്ചു. രഥശാലയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത കെ. പ്രമോദ്, കെ. പ്രദീപ്, രഘു അമ്പാട്ട് എന്നിവരെ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.